ഹായ് ഓൾ. സ്റ്റേറ്റ് ഫണ്ടഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലും സെൻട്രലി ഫണ്ടഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലും MBBS പഠിക്കുന്ന ഒരു വൈബ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഇവിടെ ഉള്ളതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് വരുന്നത് ഫണ്ടിങ്ങിൽ തന്നെയാണ്. സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിനെ ഫണ്ട് ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജസ് കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം പോലെയുള്ള മെഡിക്കൽ കോളേജസ് ഫണ്ട് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എന്നാൽ എയിംസ്, ജിപ്മർ, AFMC, PGMR ചണ്ഡീഗർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഫണ്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. ഇനി നമ്മൾ ട്യൂഷൻ ഫീസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും അഫോർഡബിൾ ആൻഡ് ലോ ഫീസ് വരുന്നത് സെൻട്രൽ മെഡിക്കൽ കോളേജസിലാണ്. ഇപ്പോൾ എയിംസിലൊക്കെ ഏകദേശം ഫീസ് ഒരു 5000 ആ ഒരു ലെവലിലാണ് വരുന്നത്. പക്ഷേ നമ്മളൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1 ഇയർ ഒരു 23,000 ആ ലെവലിൽ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സബ്സിഡിയും കാര്യങ്ങളും ഫീസ് കുറവൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ തന്നെയാണ്. എൻട്രൻസ് എക്സാം ആൻഡ് അഡ്മിഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ കേസിൽ ഇപ്പോൾ നീറ്റിൻ്റെ സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിലൊരു 85% സ്റ്റേറ്റ് കോട്ടയാണ്, ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ട. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് സ്റ്റേറ്റ് വൈസ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിൻ്റെ കേസിൽ 100% ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്നാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിൽ എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും അപ് ടു ഡേറ്റ് ആയിരിക്കും. ഇനി ഇവർ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ഒരു കേസിൽ അത്ര അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മെയിൻ്റനൻസും നമുക്ക് കാണാൻ കഴിയാറില്ല. ഇപ്പോൾ ഈവൻ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ കേസിലായാലും മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിലായാലും ഈ ഒരു സിസ്റ്റമാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി ഫാക്കൽറ്റി ആൻഡ് അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ ഫിഗേഴ്സാണ് മിക്കവാറും ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിൽ പ്രൊഫസേഴ്സ് ആയിട്ടുണ്ടാവുക. സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ സ്റ്റേറ്റിൽ അറിയപ്പെടുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ കോൺഫറൻസ്, സെമിനാർ, വർക്ക്ഷോപ്പ് അങ്ങനത്തെ കേസൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ സ്റ്റേറ്റ് ലെവലായിട്ടുള്ള പ്രോഗ്രാംസാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ബട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിലാണെങ്കിൽ നാഷണൽ സെമിനാർസ്, അതേപോലെ ഇൻ്റർനാഷണൽ സെമിനാർ, കൊളോക്യംസ് അല്ലേ, അപ്പോൾ ആ ഒരു നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് അവിടെ സ്ഥിരമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ ഒരു തരത്തിലുള്ള എക്സ്പോഷർ, ഇൻ്റർനാഷണൽ എക്സ്പോഷർ അല്ലെങ്കിൽ നാഷണൽ എക്സ്പോഷർ കിട്ടാൻ എപ്പോഴും നല്ലത് സെൻട്രൽ മെഡിക്കൽ കോളേജസ് ആണ്. റിസർച്ചിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ UG റിസർച്ചിന് കുറച്ചെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് സെൻട്രൽ മെഡിക്കൽ കോളേജസ് ആണ്. ആ തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഇപ്പോഴും സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിലില്ല. കൂടുതലായി PG ലെവലിലുള്ള റിസർച്ചുകൾക്കാണ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബ്രാൻഡിങ് ആൻഡ് റെക്കഗ്നീഷൻ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസ് ആ ഒരു സ്റ്റേറ്റിലെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ടോപ്പിക് കാര്യം. ബട്ട് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കേസിൽ ഇപ്പോൾ കേരളത്തിൽ മെഡിക്കൽ കോളേജസിൽ പഠിച്ചിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അത് എത്രത്തോളം അറിഞ്ഞോളണം എന്നില്ല. ബട്ട് നമ്മളൊരു ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസ് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏത് സംസ്ഥാനത്ത് പോയാലും ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്റ്റുഡൻറ്റ് ലൈഫ് ആൻഡ് ക്യാമ്പസ് ലൈഫ് എൻവയറമെൻറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ എന്ന് വെച്ചാൽ ഭൂരിഭാഗം സ്റ്റുഡൻസും ആ സ്റ്റേറ്റത്തെ സ്റ്റുഡൻസാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലാംഗ്വേജ് ആ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിരിക്കും. ബട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരുമ്പോൾ ആ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നത് മിക്കവാറും ഇംഗ്ലീഷ്, ഹിന്ദി പോലെയുള്ള ലാംഗ്വേജസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ആ ഒരു രീതിയിൽ എക്സ്പോഷർ കിട്ടാനും നല്ലത് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസ് ആണ്. മാത്രമല്ല ഒരു പാൻ ഇന്ത്യ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു വേദിയാണ് ഇത്തരത്തിലുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസ്. സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ വെച്ചാൽ അവിടെയുള്ള ആ റീജിയണൽ ഫെസ്റ്റിവൽസിൽ മാത്രം ഒതുങ്ങും. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെ പല കൾച്ചേഴ്സൊക്കെ അറിയണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസ് ആണ്. ക്ലിനിക്കൽ എക്സ്പോഷർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിലും ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിലും അത്യാവശ്യം പേഷ്യൻ്റ് ലോഡ് ഉണ്ട്. പക്ഷേ ഒന്നും കൂടി വെറൈറ്റി ഓഫ് കേസസ് കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് എപ്പോഴും ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസിലാണ്. പിന്നെ ഈ ICMR, MCI പോലെയുള്ള സംഘടനകൾ കൂടുതലായിട്ട് സ്പോൺസേർഡ് ആയിട്ട് ഉള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലിനിക്കൽ ട്രയൽസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും ഓൾ ഇന്ത്യ ലെവൽ മെഡിക്കൽ കോളേജസിലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിഫറൻസസ് ഒക്കെ തന്നെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് ചൂസ് ചെയ്യണം. ഓരോരുത്തരും ഈ പറയുന്ന ടൈപ്പ് ഓഫ് മെഡിക്കൽ കോളേജസ് ചൂസ് ചെയ്യേണ്ടത് അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്.
ഓക്കെ. ചില ആൾക്കാർക്ക് വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജസിൽ പോകാനുള്ള ആ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസ് ആണ്. റൈറ്റ്. നേരെ മറിച്ച് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടണം, കുറച്ചും കൂടി കൈൻഡ് ഓഫ് ബൂസ്റ്റ് കിട്ടണം, മീൻസ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം, ആ പേഴ്സണാലിറ്റി ബൂസ്റ്റ് കിട്ടണം തുടങ്ങിയ പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ബെറ്റർ ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജസ് ആണ്.